നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. അപ്പം ഞാൻ വന്നിട്ടുള്ളത് ശ്രീകൃഷ്ണപുരം സ്കൂളിലാണ്. ആ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ സ്കൂളിലെ 2 അധ്യാപകരുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. സ്കൂളിൻ്റെ പേരും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് തന്നെ മനസ്സിലാക്കും. ഈ സ്കൂളിൻ്റെ പേരെന്താ ശരിക്കും? സ്കൂളിൻ്റെ പേര് HKCMM സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്. ഹെലൻ കെല്ലർ അല്ലേ? ഹെലൻ കെല്ലർ സ്കൂൾ എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കാഴ്ചപരിമിതിയുള്ള കുട്ടികൾ അവർ മാത്രമാണ്. ഓക്കെ. അപ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ കുറച്ച് ചെണ്ടുമല്ലി നട്ടിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ അധ്യാപകരാണെന്ന് പറഞ്ഞു. മാഷ്, സാറിന്റെ പേര്? ഗിരീഷ് മാഷ്. സുരേഷ് മാഷ്. ഇതില് ഗിരീഷ് മാഷ് കുറച്ച് ദിവസം മുന്നേ എന്നെ വിളിച്ചു. ഇങ്ങനെ ചെടി ഇവിടെ നട്ടിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് വന്ന് കാണണം, ആ ചെടിയുടെ ഇനി എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ അപ്പൊ ഇതിൽ ഇപ്പൊ ഈ എത്ര ചെടി ഇപ്പൊ ഈ കുറച്ച് സ്ഥലത്ത് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു അഭിപ്രായത്തിൽ കുറച്ച് അടുപ്പം ചെടിയിലെ അല്ലെ, കുറച്ച് അടുത്തടുത്ത് വന്നുപോയി ചെടികൾ. അതുകൊണ്ട് വിടർന്ന് നിൽക്കാനുള്ള ഒരു ഗ്യാപ്പ് കുറവാണ്. എന്നാലും നിങ്ങളുടെ ഈ സ്കൂളിലെ ജോലി അതിന്റെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് നല്ല 2-3 ബണ്ടായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നത് നട്ടത് ഈ തൈകള്? ഞങ്ങളിപ്പോ ഈ വർഷം പ്രത്യേകിച്ച് ദീർഘവീക്ഷണത്തോടെ ചെയ്തതല്ല ഈ വർഷം. എന്നാലും ഓരോ വർഷവും ഞങ്ങൾ ഓരോ വ്യത്യസ്തപരമായ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പൊ ഈ വർഷം ഇങ്ങനെ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ വർഷത്തെ ഓണപരിപാടിക്ക് എല്ലാ വർഷവും ഓണാഘോഷ പരിപാടികൾ നടത്താറുണ്ട്. കുട്ടികൾക്ക് ഓണക്കോടികൾ എടുത്തു കൊടുക്കുക, ഓണസദ്യ കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ വർഷത്തെ വെറൈറ്റി നമ്മുടെ ഓണപ്പൂക്കളത്തിനുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ സ്കൂളിൽ തന്നെ ഉണ്ടാക്കാന്നുള്ളൊരു മനോഭാവം. ആശയം മാഷെടുത്ത് മാത്രമാവില്ല, സുരേഷ് മാഷും അതിന്റെ ഒരു അതെ. അപ്പൊ ഞാൻ ഇപ്പൊ പറയണെന്താ, എപ്പോഴും പൂക്കളെ കാണുമ്പോ അല്ലെങ്കിൽ ചെടികളെ കാണുമ്പോ അത് എല്ലാവർക്കും മനസ്സിന് ഭയങ്കര ഒരു ആനന്ദമാണ്, ആശ്വാസം. കാണുമ്പോഴായാലും അതിന്റെ ഒന്നും വേണ്ട, അതിന്റെ മണം നമ്മൾ ഇതിലേക്ക് എത്തുമ്പോൾ പോലും നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം നൽകുന്ന ഒരു കാണാണ്. അതായത് കുറെ തെറാപ്പികളുണ്ട്, ഈ സ്മെല്ല് മണം ഉപയോഗിച്ചിട്ടുള്ള തെറാപ്പി നിങ്ങൾക്ക് അറിയാം അല്ലെ? പിന്നെ അതേപോലെ കാണുന്ന ആളുകൾക്കാണെങ്കിൽ ചെടികളെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര ആനന്ദം ഉണ്ടാവും. ഏതായാലും ഇത് നല്ല രീതിയിൽ പരിപാലിച്ചു. ഇത് നട്ടത് ഏകദേശം ഡേറ്റ് ഞങ്ങള് ജൂൺ 17-നാണ്. പ്രായമുള്ള തൈയാണോ ചെറിയ തൈ? ഒരു മാസം പ്രായം. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഇതിന് കുറച്ച് മൊട്ട് വരാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. അതായത് ഒരു 17 ദിവസത്തെ ഗ്യാപ്പ്, അതായത് ഡിലേ വന്നു. പക്ഷെ 17 ദിവസത്തെ ഡിലേ വന്നാലും നമുക്ക് വളം വെച്ചിട്ട് അത് ഓവർകം ചെയ്യായിരുന്നു. എന്താ, സ്കൂളിലെ ഉള്ള കുറെ ബുദ്ധിമുട്ടുകളുണ്ട്, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, ശരി. അപ്പോൾ അതിന്റെ വളപ്രയോഗമൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട്. മുട്ട് വരാനുള്ള ഒരു ഇതിലേക്ക് എത്തി തുടങ്ങുന്നുള്ളൂ. കുട്ടികൾ ഇതിന്റെ അടുത്തേക്ക് അങ്ങനെ എങ്ങനെയാ കൊണ്ടുവരാറുണ്ട്. അതായത് കണ്ണിന് തീരെ കാഴ്ചയില്ലാത്തൊരു കുട്ടി ഇപ്പൊ ഒരു ചെടിയുടെ അടുത്ത്, പൂവിന്റെ അടുത്ത് വന്നാൽ അവരെങ്ങനെയാ അത് അവര് അതിന് എന്താ മനസ്സിലാക്കുന്നത്? പൂവ് തൊട്ട് മനസ്സിലാക്കുക, അതിന്റെ മുട്ട്, ചെടി ബന്ധം മനസ്സിലാക്കുക. അപ്പൊ ഇതിനൊരു പ്രത്യേകത, നമ്മൾ ഈ കണ്ണ് കാണാത്ത ഇതിന് വേണ്ടിയിട്ട് ഈ സ്മെല്ല് ഉള്ള ചെടികൾ പ്രത്യേകം സ്കൂളുകളിൽ ഞങ്ങള് ബയോഡൈവേഴ്സിറ്റി പാർക്കിൽ ഞങ്ങൾ ചെയ്യുന്നതാണ്. തൊട്ടറിയാം, മണത്തറിയാം, രുചിച്ചറിയാം എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് എല്ലാ വിഭാഗം ആളുകൾക്കും ഒരു സെൻസിങ് ഇതുള്ളത് രീതിയിലേക്ക് മാറ്റാൻ നമുക്ക് ചെടി. അത് ചെണ്ടുമല്ലിക്ക് അതിന് പ്രത്യേക ഗന്ധമുണ്ട്. ആ ചെണ്ടുമല്ലി പറഞ്ഞത് കൈ തട്ടിയാൽ മതി, ഒരു സ്മെല്ല് വരും. കുട്ടികൾ നമ്മളെ കൂടെ വന്ന് നനയ്ക്കാനൊക്കെ അത് മതി. എന്തെങ്കിലും ഒരു കാര്യം അത് കണ്ട് മനസ്സിലാക്കുക, മണ്ണ് മാന്തി ഇങ്ങനെ കുറച്ച് ചെയ്തു കൊടുക്കുക. അതിന്റെയൊക്കെ ഭാഗമാണ് നമ്മൾ ചെയ്യുന്നതും. അതെ. അവര് കുട്ടികളുടെ ഒരു താല്പര്യം കൊണ്ടുവരാം. അതെ, പ്രകൃതിയിലേക്ക് കുട്ടികളെ പ്രകൃതിയോട് അടുപ്പിക്കുക. മരങ്ങൾ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അല്ലെ? കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, ഈ ചെടികള് കുറെ ലൈഫ് വർദ്ധിപ്പിക്കാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ ഓണം കഴിഞ്ഞാലും 1-1.5 മാസത്തോളം ഈ ചെടീനെ നിലനിർത്തിയിട്ട് പൂ അടിപ്പിക്കാൻ പറ്റും. അപ്പൊ കുട്ടികൾ ആ പൂവ് പൊട്ടിച്ചിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് ഇവിടെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് കൊടുക്കാനൊക്കെ. ഇതിന് ഈ ഓണത്തോടു കൂടി നിർത്തരുത് ഇതിന്റെ, കാരണം അത് കുട്ടികൾക്കുള്ള അറിവാണ്. വീട്ടിൽ അടുത്ത കൊല്ലം വളർത്തുമ്പോൾ കൂടുതൽ സമയം ഇത് ഇതാക്കാൻ പറ്റും. ഞാൻ മാഷ വീട്ടിൽ പോയിട്ടോ, മാഷ വീട്ടിലും അത്യാവശ്യം ചെടികൾ നിറച്ച് വെച്ചിട്ടുണ്ട്. എല്ലാതരം ചെടികളും വെച്ചിട്ടുണ്ട്. മതിലിന്റെ മേലൊന്നും സ്ഥലം ബാക്കിയില്ല. വീടിന്റെ പിൻഭാഗത്ത് കുറെ ചെണ്ടുമല്ലി നട്ടിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ചെടികളാണ്. അപ്പോൾ നല്ല മനസ്സിന് ഉടമയായ 2 അധ്യാപകരെ നമ്മൾ പരിചയപ്പെട്ടു. സ്കൂളിലെ ബാക്കിയുള്ള എല്ലാവരും നല്ല വ്യക്തിത്വങ്ങളാണ്. കാരണം അവർ കൂട്ടായി ചിന്തിച്ചെടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ചെണ്ടുമല്ലി നട്ടിട്ടുള്ളത്. ഏതായാലും മൊട്ട് വന്നു, പൂക്കാറായി. നല്ലൊരു പൂക്കാലം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.